ഹലോ, നമസ്കാരം. സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന്. അതിന്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ ആ സന്തോഷം എന്താന്നുള്ളത് നമ്മുടെ ജഡ്ജസിനെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടായിരിക്കും ഞാനത് പറയുന്നുണ്ടാവുക. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ കുട്ടീസിനെ ഒന്ന് വെൽക്കം ചെയ്തിട്ട് വരാം. മക്കളെ റെഡി? യെസ്, സൂപ്പർ ഓർക്കസ്ട്ര. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ഷാനിക, ഹരിചേട്ടൻ ആൻഡ് രവി ചേച്ചി. ഞാൻ ഇൻട്രോയില് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എന്താ? തിരിഞ്ഞു നോക്കൂ, 50th എപ്പിസോഡ്. ഞാൻ വരുന്ന എല്ലാ സ്പെഷ്യൽ മൊമെന്റ്സ് ആണല്ലോടാ. അതായത് ഇവർക്ക് ഒരു നിർബന്ധം 50th എപ്പിസോഡിന് 50 വയസ്സുള്ള ആരെങ്കിലും കൊണ്ടുവരണം. അയ്യേ, ഒന്നിനും കൊള്ളത്തില്ല. എനിക്ക് വർക്കായത്. നിനക്ക് എന്തായാലും വർക്കാവും. അപ്പൊ എന്താണ് ഷാനിക്ക ഈ 50th എപ്പിസോഡിൽ പറയാനുള്ളത്? ഒരു ഉഗ്രൻ ജേണി ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലുണ്ടായിരുന്ന ഹരിക്കും എനിക്കും ഉണ്ടായിരുന്ന ഒരു ടെൻഷനായിരുന്നു പിള്ളേരെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ കിടന്ന് വായിട്ടലച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിള്ളേർ സൂപ്പർ അല്ലെങ്കിൽ ആ സ്റ്റാർ അങ്ങ് വീഴും. അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാ പിള്ളേരും ഒരു രക്ഷയില്ല. എപ്പിസോഡിന്റെ 50th എപ്പിസോഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ 50th എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വലിയൊരു റിലീഫ് വരുന്നത്. ഈ ഒരു 50th എപ്പിസോഡിന്റെ സന്തോഷത്തിന്റെ കൂടെ തന്നെ സങ്കടകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് എലിമിനേഷൻ ഉണ്ട്. ഇവരെല്ലാവരും കൊണ്ട് ഫൈനൽ വരെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതെ, പക്ഷെ അത് നടക്കില്ല. ഇതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഈ സ്ട്രെങ്ത് എന്തായാലും കുറഞ്ഞു വരണം. പക്ഷെ എല്ലാരും ആ ഫൈനലിൽ നമ്മൾ ഒന്നും കൂടെ തിരിച്ചെല്ലാരും നമ്മളെല്ലാവരും ഒരുമിച്ച് പൊളിക്കും. അപ്പൊ ആ സ്ട്രെങ്ത് കുറയാൻ പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് എലിമിനേഷൻ ശേഷം ഹരി പറയും. അങ്ങനെ സൂപ്പർ സ്റ്റാർ 50 എപ്പിസോഡ്സ് ഇങ്ങനെ കഴിഞ്ഞ് ഈ ജേർണിയിൽ 50 ഗ്ലോറിയസ് എപ്പിസോഡ്. പക്ഷേ ഐ എം വെരി പ്രൗഡ്. ഞാൻ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോന്റെ പാർട്ടാവുകയാണ്. അത് ഇങ്ങനെ സക്സസ്ഫുള്ളി മുമ്പോട്ട് പോകുന്ന കാണുമ്പം ഐ ഫീൽ വെരി ഹാപ്പി. ഞാൻ നിങ്ങളെ എന്താ പറയുക കാണുന്ന ശരിക്കും ഞാൻ ആ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു പാടിയത് അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടാണ് നിങ്ങൾ ഒക്കെ പാടുന്നത്. അപ്പം അത് കാണുമ്പോൾ ശരിക്കും ഐ ഫീൽ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ, ലൈക്ക് കിട്ടുന്ന ട്രെയിനിങ് ഫ്രം ഗ്രൂമേഴ്സ്, ഫ്രം ജഡ്ജസ്, ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്ന ഓരോ നിങ്ങൾ പാടുന്ന ചൂസ് ചെയ്യുന്ന പാട്ടുകൾ, ടെൻഷൻ ആണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. പക്ഷെ നിങ്ങളുടെയൊക്കെ പല പെർഫോമൻസസ് കാണാൻ പറ്റി ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും. ഐ എം വെരി ഹാപ്പി. എന്തായാലും ഇന്ന് നമുക്ക് ആദ്യം സെലിബ്രേറ്റ് ചെയ്യാം. അതെ, അത് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി. അതെ, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ, പാർവതിക്ക് വലിയൊരു കയ്യടി കൊടുത്തത് നിങ്ങൾ. താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, ഏത് ഒരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് എ ഫേസ്. അതിനൊരു മുഖം വേണം. ആ മുഖമാണ് ഈ മുഖം, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ മുഖം. പാർവതി ഇവിടെ വന്നിട്ട് സ്കോർ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞത്. പാർവതി ഇസ് ദി ആപ്റ്റ് പേഴ്സൺ ഫോർ സൂപ്പർ സ്റ്റാർ. പിന്നെ മറ്റൊരു വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ സതീഷ് ചേട്ടന് വലിയൊരു കയ്യടി. അപ്പോ ആൻഡ് രമ്യ ചേച്ചി, ഒരുപാട് സന്തോഷം. ചേച്ചി ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നില്ല ഒരുപാട് ഐശ്വര്യങ്ങൾ എന്നൊക്കെ. എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ 2 നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു. ഒത്തിരി സന്തോഷിച്ചു. നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുക എന്നുള്ളതിന് നല്ല കാര്യമാണ്. നല്ല പാട്ടുകൾ കേൾക്കുന്നത് നമ്മുടെ കുഞ്ഞും നമ്മുടെ കുട്ടികൾ നല്ല വൃത്തിക്ക് അത് പാടുന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ, ഞാനൊക്കെ ഒന്ന് ആലോചിച്ചു,
പോയി ലിറിക്സൊക്കെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് ഇനി പാടണം, കാണാതെ എഴുതി ഇരുന്ന് പഠിച്ച് പാടണം എന്ന് എനിക്ക് തോന്നുകയാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ആക്ച്വലി ഇവിടുന്ന്. അപ്പോൾ അടിപൊളിയാട്ടോ, നിങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ എലിമിനേഷൻ നിങ്ങൾ കാര്യമാക്കണ്ട, ഇവിടെ വന്ന് ഇരിക്കുന്നു, കുറച്ച് പാട്ടുകൾ ഇവരുടെ മുന്നിൽ പാടാൻ പറ്റി, പ്രേക്ഷകരുടെ മുന്നിൽ പാടാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം, വലിയൊരു കാര്യമാണ് അത്. അപ്പൊ എന്തായാലും എല്ലാരും കൂടി ഒത്തുകൂടി ഒരു 50th ഹാപ്പി എപ്പിസോഡിന്റെ ഒരു നമ്മുടെ ഒരു ജേർണി ഉണ്ടല്ലോ ഇത്രയും ദിവസത്തെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് കാണാം. Sure, Okay, ഉറപ്പായിട്ടും, ബാ, ഈ ഉറപ്പായിട്ടും. side ല്. നൈസ്. സപ്തസ്വര സംഗീതവേദി സൂപ്പർ സ്റ്റാർ. കാലങ്ങൾക്കിപ്പുറവും സൂപ്പർ സ്റ്റാർ ജനഹൃദയങ്ങളിലേക്ക് എത്തിയപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. A musical era begins. Superstar. പ്രഗത്ഭരായ വിധികർത്താക്കളും വാദ്യസംഗീതത്തിൽ അരങ്ങ് തകർക്കുന്ന കലാകാരന്മാരും കൂടെ 24 കുട്ടി പ്രതിഭകളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന്റെ സംഗീത വിസ്മയവേദി. ഒപ്പം കുസൃതി കുരുന്നുകളുടെ കുട്ടിക്കുറുമ്പുകളും നൊമ്പരമുണർത്തുന്ന മുഹൂർത്തങ്ങളും ചിരിവിരുന്നും സമന്വയിച്ച 50 സുവർണ എപ്പിസോഡുകൾ. സിനിമയിലിപ്പോ റാഹേൽ മകൻ കോരാന്ന് പറഞ്ഞ സിനിമയെ പാടി. ഒരമ്മമ്മയുടെ വീടിന് ചുറ്റും ട്രെയിൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് കറങ്ങുന്നുണ്ട്. ആ ചില സൈക്കോ ചോദ്യ മാനത്തെ മാൻപേട പെണ്ണ് ആരാ അവൾ മാനത്തെ മാൻപേട പെണ്ണ് യുഗത്തിലെ പ്രേമസ്വരൂപത്തെ സെലക്ഷൻ കിട്ടിയെന്നൊരു കോൾ വന്നപ്പം എനിക്ക് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഗായകൻ ഹരിശങ്കറും പ്രധാന വിധികർത്താക്കളായി എത്തിയ ഈ സംഗീതയാത്രയിൽ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രഗത്ഭർ കുട്ടിപ്പാട്ടുകാർക്ക് പ്രചോദനമായി എത്തി. മലയാള സിനിമയിലെ നിറ സാന്നിധ്യം. ഇന്റർവ്യൂവേഴ്സിന്റെ ഇഷ്ടതാരം. തഗ്ഗുകളുടെ തമ്പുരാ. ഇടയ്ക്ക് തീഗോളങ്ങളൊക്കെ വന്നപ്പോഴേ ഞാനോർത്തുള്ള അതിർത്തിയിലായിരുന്നു. ഷാൻ റഹ്മാനെ കുറിച്ച് എന്താണ് ചേച്ചി അഭിപ്രായം? ഷാൻ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് എഴുതേണ്ടി വരും. ഞാനിന്ന് വരുമ്പോ എന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ള മത്സരവേദിയെ മനോഹരമാക്കുന്ന മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യമാണ് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരി അവതാരക പാർവതി ബാബു. വാര്യമ്പള്ളിയിലെ മീനാക്ഷി ചിത്തരോഗി വന്നോ? പാർവതി ഇന്നക്ക് ഷീ ലുക്സ് ലൈക്ക് വൺ പഞ്ചാബി കുടിയേ. ഇത് കണ്ടാ പുത്തൻ റൗണ്ടുകളും മത്സരാർത്ഥികളുടെ പോരാട്ട വീര്യം കൂട്ടുന്നതിനായി ഗോൾഡൻ മൈക്കും ഉക്കുലേലയും ഉൾപ്പെടെ ഒട്ടനവധി സമ്മാനങ്ങളും ഈ വേദിയെ വ്യത്യസ്തമാക്കുന്നു. ഈ ജൈത്രയാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ടുള്ള ഈ സ്വപ്ന സംഗീത യാത്രയിൽ നമുക്കൊരുമിച്ച് മുന്നേറാം. എന്തൊക്കെ ഷാനിക്ക കാട്ടിക്കൂട്ടെ, ഞാൻ അതൊക്കെ ആലോചിച്ചോണ്ടിരുന്നേ. അടിപൊളി അടിപൊളി സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ സെലിബ്രേഷൻസ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ, പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി നിറം ചാർത്തുമോരോ ഈണമാ. തിരയുമെവിടെ താരാഗണം.
സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു GTech എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു എലിമിനേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോകണം. എന്താണ് ഷാനിക്ക, നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടും ഈ ഒരു ഷോയുടെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ടുമാണ് ഇങ്ങനൊരു എലിമിനേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരിക്കലും ഈ മാർക്സ് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസിഷൻ കൊണ്ടോ എലിമിനേഷൻ കൊണ്ടോ ഒന്നും വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വേണ്ടത് പേഷ്യൻസ് വേണം. ഇപ്പോഴത്തെ പലരിലും ഞാൻ കാണാത്തൊരു കാര്യമാണ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ക്ഷമ. ഒന്ന് ശരിയായില്ലെങ്കിൽ അപ്പം തന്നെ ഡൗൺ ആയി നിലവിളിക്കുന്ന ഒരു പരിപാടി ഒരിക്കലും ലൈഫിൽ ചെയ്യരുത് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്നത് ദൈവം കണ്ടു കഴിഞ്ഞാൽ ദൈവം ഓട്ടോമാറ്റിക്കലി നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്പോട്ടിൽ അവിടെ കൊണ്ടുപോയി അങ്ങ് വെക്കും. ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് എടുത്തു ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഡിസ്ഹാർട്ടൻഡ് ആവണ്ട, സങ്കടപ്പെടേണ്ട. ഇത് ഈ ഒരു ഷോയുടെ ഒരു പ്രൊസീജിയറായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് ഹാപ്പി ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രൊസീജിയർ തുടങ്ങാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നേ. നമ്മുടെ 24 കുട്ടികളും താന്നായിരുന്നു നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ഷാനിക്ക? നമ്മുടെ ഗോൾഡൻ മൈക്ക് പ്രിവിലേജ്, നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞ ആ ഒരു ഗോൾഡൻ മൈക്ക് പ്രിവിലേജ് എന്ന് പറയുന്നത്, ഈ ഗോൾഡൻ മൈക്ക് ഈ ഒരു ഷെഡ്യൂളിൽ കിട്ടിയ കുട്ടികൾക്ക് ഈ എലിമിനേഷനിൽ നിന്നും മാറി നിൽക്കാം. അപ്പൊ ഗോൾഡൻ മൈക്ക് കിട്ടിയ വൈഗ, അനുഷ്ക, നിവേദ്, ദേവിക, ആഗ്നസ്. പാട്ടിലേക്ക് വരുമ്പം ഇവളെ വെല്ലാൻ ആരുമില്ല എന്ന് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ നിൽക്കാന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, പറയാനായിട്ട് ഞങ്ങൾ 3 പേരും നിൽക്കുകയാണ്. മ്യൂസിക്കൽസിൽ വലിയൊരു സ്ഥാനമുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അടിപൊളിയായിട്ട് പാടി കേട്ടോ, രക്ഷയില്ല. വെൽക്കം ദേവിക. അവള് പാടിയത് നേരെ ഇതിനകത്തോട്ടാണ്. വാട്ട് മേഡ് യു ക്രൈ? സോങ്ങിന്റെ എമോഷൻ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? പാട്ടിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവള് പാടുമ്പോ ഭയങ്കരമായിട്ട്. ഇതാണ് ഈ മ്യൂസിക്കിന്റെ മാജിക്. നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം. ഓരോ ചെറിയ കാര്യങ്ങളും എനിക്കൊന്നും പറയാനില്ല.
ഈ ഗോൾഡൻ മൈക്കിന്റെ പ്രിവിലേജ് ഇവിടെ തീരാണ് കേട്ടോ. നിങ്ങൾ സേഫാണ്, നിങ്ങൾ 5 പേരും സേഫാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ പ്രേക്ഷകരുടെ അടുത്ത് പറയാം. ആദ്യം തന്നെ ഇവിടെ ഈ ഷോയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓരോ സ്റ്റേജിലും, അതായത് ഞാൻ വന്ന സമയത്ത് സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും വന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈവൻ ഇപ്പോൾ ഈ ഗോൾഡൻ മൈക്കിൻ്റെ ഈ ഒരു പാട്ട് രാക്കിളി ആണേലും പാടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ റിഹേഴ്സലിന് നെഞ്ചത്ത് കൈവച്ചപ്പോഴത്തേക്ക് ടക്ക് 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 നീടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതതിൻ്റെ വഴിക്ക് പോട്ടെന്ന് വിചാരിച്ച് പാടി. എന്തായാലും അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ്. അത് നമുക്കും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക് 5 പേർക്കും. അപ്പൊ ഗോൾഡൻ മൈക്ക് കിട്ടിയ ദേവിക, നിവേദ്, ആഗ്നസ്, വൈഗ ആൻഡ് അനുഷ്ക, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെ സേഫ് ആണ്. ഒരു കാര്യം വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുകയാണ്, ഈ എലിമിനേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾഡൻ മൈക്ക് നിങ്ങളെ രക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എനിവേസ് കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പോൾ ഗോൾഡൻ മൈക്ക് കിട്ടിയ 5 പേരിൽ നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് മാർക്കുള്ള ആളുണ്ട്, വൈഗ. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മാർക്കുള്ള ആളും സേഫാണ്, അനുഷ്ക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്, ഗോൾഡൻ മൈക്ക് കാരണം. പിന്നെ നമ്മളുടെ സെക്കൻഡ് പ്രോസസ് ബെസ്റ്റ് 5, ടോപ്പ് 5 ആണ് അനൗൺസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ ഇവർക്ക് ഗോൾഡൻ മൈക്ക് പ്രിവിലേജ് ആണെങ്കിൽ ഇവർ ഇതുവരെ ടോപ്പ് 5 വന്നെങ്കിൽ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് വഴി അവർക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. മാർക്കിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അടുത്ത ടോപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വൈസുള്ള ടോപ്പ് 5 ആണ് എന്നെ അനൗൺസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും മാർക്സ് 57 മാർക്സ് കിട്ടിയിരിക്കുന്നത് തീർത്ഥയ്ക്ക് സ്റ്റേജിലോട്ട് വരാം. കൺഗ്രാറ്റ്സ് തീർത്ഥ, എല്ലാവരും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഈ ഷെഡ്യൂളിന്റെ ഒരു പെർഫോമൻസിലാണ് നമ്മുടെ എലിമിനേഷൻ പോകുന്നത്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. എപ്പിസോഡ്സ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിന്റെ എലിമിനേഷൻ വരുന്നത്. ഈ ഷെഡ്യൂളിൽ ഏറ്റവും മാർക്സ് സ്കോർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് തീർത്ഥ. അടുത്ത 2 പേര് സെയിം മാർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, 56 മാർക്സ്. ആന്യ ആൻഡ് അമേയ, അവർ രണ്ടുപേരും റാമ്പിലേക്കാണ്. ഒട്ടും മോശമല്ല, തീർച്ചയായിട്ടും പുറകെ തന്നെ ഉണ്ട് 2 പേരും കേട്ടോ. കൺഗ്രാറ്റ്സ് ടു ബോത്ത് ഓഫ് യു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ആന്യ ആൻഡ് അമേയ വൺസ് അഗൈൻ. അടുത്തത് ഒരു 1/2 മാർക്കിന്റെ കുറവ്, 55.5. ക്ലോസ് ആണ്. എഗെയിൻ 2 പേർക്കാണ്. റിഹാൻ 55.5. ഒരാൾ നിവേദത അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരുന്നോ നീ. അപ്പൊ റിഹാന് 55.5. കാരണം റിഹാൻ ഈ ഷെഡ്യൂളിൽ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് റിഹാനെ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന മീശമാധവനിലെ നീ ആ എയറിൽ വന്ന് ഇറങ്ങിയ നിന്റെ പെർഫോമൻസ് ആണ്. അതൊരു ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് സോളോ അതും ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. കീപ് ഗോയിങ്. 1, 2, 3 ആയി. 4 എനി ഫോർത്ത്. അത് 2 പേരാണ്. ഇനി 2 പേര്. സോ അതിൽ നമ്മൾ ടോപ്പ് 5 കഴിയും. ഒരു 1.5 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്. 55.5 എന്ന് ഒരു 1.5 മാർക്ക്, ഒരു 54 ആണ് 2 പേര് സ്കോർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പാർത്ഥിവ് പ്രശാന്ത്. എടാ മോനെ, നീയാണ് ശരിക്കും ഞെട്ടിച്ചത് ഇവിടെ എല്ലാരും, അക്ഷരാർത്ഥത്തിൽ.
പാർത്ഥിവ് ഇത്തവണ 2 റൗണ്ടും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ മോനെ. ആൻഡ് ആ രണ്ടാമത്തെ ആളാണ് സർഗ. ഈ സ്റ്റേജിൽ ഇപ്പൊ നിൽക്കുന്ന ഈ കണ്ടസ്റ്റൻസ്, നമ്മുടെ ടോപ്പ് മാർക്സ് കിട്ടിയ കണ്ടസ്റ്റൻസ്, പ്യുവർലി ഈ ഷെഡ്യൂളിൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചുള്ള മാർക്കിന്റെ ബേസിസിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് യു ഗൈസ് ആർ സേഫ്. താങ്ക് യു സർ. ഹരിച്ചേട്ടാ, എനിക്കൊരു ആഗ്രഹം. വൈഗയുടെ മാർക്ക് ഒന്ന് അറിയാം. വൈഗയാണല്ലോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. വൈഗയുടെ മാർക്ക്, അതായത് തീർത്ഥയ്ക്ക് 57 കിട്ടിയെങ്കിൽ വൈഗയ്ക്ക് 57.5 കിട്ടി. ആൻഡ് നല്ല പെർഫോമൻസും ആയിരുന്നു. സോ ഗോൾഡൻ മൈക്ക് അടിക്കാതെ കിടിലം പെർഫോമൻസ് തന്ന കണ്ടസ്റ്റൻസ് ആണ് ഇപ്പം പാർവതിയുടെ കൂടെ നിൽക്കുന്നത്. ആൻഡ് നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും പേര്. കൺഗ്രാറ്റ്സ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇത്രയും വലിയൊരു വേദിയിൽ പാടാൻ പറ്റിയതിന് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരെയും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിന് വലിയൊരു സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാൻ പറ്റാത്ത ടൈപ്പ് കുറേ കാര്യങ്ങൾ എനിക്ക് ഈ വേദിയിൽ നടത്താൻ പറ്റി. എന്തൊക്കെയായിരുന്നു? ഒരു 2 ഉദാഹരണം പറയാമോ? തലയും കുത്തി വീണു. ഒന്ന് അതൊന്നുമല്ല, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കാനൊക്കെ പറ്റി. നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു അത് മീശ ഒട്ടിക്കാം. ആത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. ചിക്കു, all the best. Congratulations to the top 5. അപ്പോൾ ടോപ്പ് 5 കഴിഞ്ഞിട്ട് ഇനി അടുത്ത പൊസിഷനിൽ, അതായത് 6th പൊസിഷൻ ടു 10th പൊസിഷൻ. ഈ ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നത് 3 പേർക്കാണ്. 6th പൊസിഷൻ ഷെയർ ചെയ്യുന്നത് 3 പേരാണ്. ആ 3 പേര് പാർവണ, മെബിൻ, ദേവിക. അവിടെ ഇരിക്കാം. ഓക്കെ, അതാണ് ഗോൾഡൻ മൈക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് 3 പേർക്കും കിട്ടിയിരിക്കുന്നത് 53. ഭയങ്കര ടൈറ്റ് അല്ലേ? ടൈറ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ വെച്ചാലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ അടുത്തത് 7th പൊസിഷനിൽ ഉള്ളത് ഡെഫിനറ്റ്ലി ആഗ്നസ് ഓൾറെഡി ഗോൾഡൻ മൈക്ക് അടിച്ചിട്ട് അവിടെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആഗ്നസ് തൊട്ട് പുറകിലുണ്ട്. ആഗ്നസിന്റെ മാർക്സ് എന്ന് പറയുന്നത് 52.5. അടുത്തത് 8th പൊസിഷനിൽ ധ്രുവ ആൻഡ് ശ്രീഹരി വരും. അപ്പം ധ്രുവ ആൻഡ് ശ്രീഹരി, നിങ്ങൾ രണ്ടുപേരും ഈ 8th പൊസിഷൻ ഷെയർ ചെയ്യാണ്. നിങ്ങളുടെ മാർക്സ് എന്ന് പറയുന്നത് 51.5. അടുത്തത് 9th പൊസിഷൻ. 9th പൊസിഷൻ അഗൈൻ ഷെയർ ചെയ്യുന്നത് 2 പേരാണ്.
ഒരാൾ അർജുൻ, ഒരാൾ ദേവാംഗി. അവന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ടാലന്റ്. ടാലന്റ് 9ാമത്തെ പൊസിഷനാ കേട്ടോ. അതെങ്കിലും കിട്ടിയ ഭാഗ്യം. ടാലന്റ്. ഓക്കെ, അപ്പം 9th പൊസിഷൻ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് 51. ഇനി കേറി വരണം. ഇനി കയറി വരണം, ഒരുപാട് കയറി വരണം അതെ കേട്ടോ. അതായത് 9ാമത്തെ പൊസിഷനിൽ 9ാമത്തെ ഒരാളല്ല, ഇത്രയും പേരുണ്ട്. ഷെയർ ചെയ്താണ് പോകുന്നത്. ഇനി അടുത്തത് 10th പൊസിഷൻ. 10th പൊസിഷനിൽ 50 മാർക്സോടുകൂടി ദേവ്ന. കുറച്ച് കാര്യം പറയാനുണ്ട്. ദേവ്ന കുട്ടി, നമ്മളിനി ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റി പിടിക്കണ്ടേ മോളെ? മനസ്സിലായല്ലോ അല്ലേ ട്രാക്ക് മാറ്റി പിടിക്കണമെന്ന്? ബാക്കി ഇനി ഓരോരുത്തരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, സ്കൂളിൽ പോലും ഇത്ര നല്ല കൂട്ടുകാരില്ല. എല്ലാവരും അത്രയ്ക്കും സംസാരമാണ്, ജാതി കമ്പനിയാണ്. ഒരാൾ പോലും ഇപ്പോൾ ഉണ്ടാകത്തില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനിയുണ്ട്. ഇപ്പം പാർവതി ചേച്ചി, ഓർക്കസ്ട്ര ചേട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഗ്രൂമേഴ്സും ഭയങ്കര സപ്പോർട്ട്. എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, ശ്രീഹരി, എലിമിനേറ്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? സന്തോഷം തന്നെ, ഇത്ര നിൽക്കാൻ പറ്റിയത്. പിന്നെ 6 പാട്ടുപാടി. സൂപ്പർ. ആ സൈക്കിള് വരുന്നുണ്ട് കേട്ടാ, ഞാൻ മറന്നിട്ടില്ല. അവൻ പറഞ്ഞതാണ് കറക്റ്റ്. ഇത്ര എത്താൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യാണെന്നാണ്. ഓക്കെ, നിങ്ങൾ 6th പൊസിഷൻ ടു 10th പൊസിഷൻ, നിങ്ങൾ എല്ലാവരും ഇനി ഇതത്ര സേഫ് ആയിട്ടുള്ള പൊസിഷൻ ആണെന്ന് ഞാൻ പറയില്ല. ഇത് എന്ന് പറയുന്നത്, അതായത് ടോപ്പ് 5 ഓക്കെ, പക്ഷേ ഈ 6 to 7 എന്ന് പറയുന്നത് ഒരു ആടി ഒലയുന്ന പൊസിഷനാണ്. ആർക്ക് വേണമെങ്കിലും അടുത്ത തവണ അവിടെ കയറാം. ഇവിടുന്ന് നേരെ അടുത്ത ആൾ നേരെ ഡേഞ്ചർ സോണിലേക്ക് പോകാം, എന്തും സംഭവിക്കാം. അതുകൊണ്ട് ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3യിലേക്ക് കയറാൻ നിങ്ങൾ മാക്സിമം നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ മൈക്കും കരസ്ഥമാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, പറഞ്ഞ പോലെ എല്ലാവരെയും നിർത്തിക്കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് അവിടെ സീറ്റിലിരിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെല്ലാവരും സേഫാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നമുക്ക് ഇവരെ ഒന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി നിർത്തിയാലോ? എല്ലാരും വാ. ഇത് നമ്മുടെ ഒരു ഡേഞ്ചറസ് സോണാണ്. ഇന്നിപ്പോൾ എന്തായാലും എലിമിനേഷൻ ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് അഗൈൻ കുറച്ച് പേരെ നമ്മൾ സേഫ് ആക്കും ആൻഡ് കുറച്ച് പേര് ഔട്ടാവും. അപ്പോ ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഈ ജേർണി തുടങ്ങുന്നതെന്നും ഇന്ന് ആരൊക്കെയാണ് നമ്മളെ വിട്ട് പോകുന്നതെന്നും നിങ്ങൾ 3 പേരും ഒന്ന് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം. ഷാനിക്ക, നിങ്ങൾ 6 പേര്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് ഈ എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മളും ഈ പറഞ്ഞ പോലെ കൂട്ടായി വന്നു, ഒരു നല്ല ഒരു ബോണ്ടിങ് നമ്മളെല്ലാവരും തമ്മിലായി. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബായ് പറയാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക്. പക്ഷേ അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോമാറ്റ് അതാണ്, നമ്മൾ ആ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. കേരളത്തിലെ ഫസ്റ്റ് എവർ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ അത് തിരിച്ച് വീണ്ടും വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുകയെന്ന് പറയുന്നത് നമുക്കും ഭയങ്കര പ്രിവിലേജ് ഉള്ളൊരു കാര്യമാണ്. അപ്പം കൺസിഡർ ഓൾ യുവർ സെൽഫ് ബ്ലെസ്ഡ്
ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോവാണ്, അതുകൊണ്ട് ഇനി ഒന്നുമില്ല, ഇത് ലോകാവസാനമാണെന്ന് ഒരു ആറ്റിറ്റ്യൂഡും പാടില്ല ആർക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, സ്റ്റേജ് ഫിയർ മാറി, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പഠിച്ചു, പെർഫോം ചെയ്യാൻ പഠിച്ചു, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടാണ് പോകുന്നത്. അതെ, അപ്പം ഇതിനകത്ത് പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ മാത്രം എടുക്കുക കേട്ടോ, പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പം ഞാനൊരു 3 പേരുകൾ ഞാൻ പറയാം. ബദ്രി, ദിയ, ഗൗതം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് 49.5 ആണ്. മാർക്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നിങ്ങൾ സേഫാണ്. സേഫാവെന്ന് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല. ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരരുത്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പറയണ്ടോ ബദ്രി? എനിക്കിനിയും ഇമ്പ്രൂവ് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറേ മിസ് ചെയ്യും. ഔട്ടായി കഴിഞ്ഞാൽ, എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും ഈ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും നിർത്തില്ല. ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ എപ്പോഴും ഉണ്ടാവും, പക്ഷേ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനിനി ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് ഡേഞ്ചർ സോണിൽ നിന്ന് മാറി എനിക്കൊരു ടോപ്പ് 5 എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഗൗതം പറഞ്ഞോ. എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാം പോകുമ്പം ഭയങ്കര വിഷമമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സാ. ഇനി തൊണ്ട ഇടറൊന്നും പറഞ്ഞ് തിരിഞ്ഞൊന്ന് പാടുവോ നീ? ഇല്ല. നമ്മൾ ഫേസ് ചെയ്തിട്ട് പാടുവോ നീ? പാടും. ഉറപ്പാണല്ലോ. അടുത്ത റൗണ്ടിൽ ഗോൾഡൻ മൈക്ക് എന്തായാലും. മോളോ? എനിക്ക് നീ ഇമ്പ്രൂവ് ആക്കണം, ഗോൾഡൻ മൈക്ക് നേടാനുള്ള ശ്രമം നടത്തും. ഓക്കെ, ഗുഡ്, നല്ല. അപ്പോൾ നിങ്ങൾ സേഫാണ്, നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. ഓക്കെ ഷാനിക്ക, നമ്മുടെ ഫൈനൽ 3 ആണ് ഈ നിൽക്കുന്നത്. ഇതിൽ എത്ര പേര് പോകും എന്നുള്ളതൊന്ന്. എലിമിനേഷൻ പ്രോസസ്സ് ഒരു തവണ കട്ടായി. അന്ന് നമ്മൾ ഒരു 1-2 ആള് പോകേണ്ടതായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ എല്ലാവർക്കും ആയിട്ടില്ല. ഒന്നുകൂടെ ഒരു ചാൻസ് കൂടി ഇവരെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മൾ അന്നത്തെ എലിമിനേഷൻ പ്രോസസ്സ് ക്യാൻസൽ ചെയ്തു. അപ്പം ഈ ഒരു സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ സ്ട്രെങ്ത് കുറച്ചേ പറ്റൂ. നമുക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ രമ്യ ബാക്കി കാര്യങ്ങൾ പറയും. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ചെറിയൊരു വിഷമം. ആ ഒരു നിങ്ങളുടെ ആ ഒരു ഫണ്ണും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ടുഗെദർനെസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പല പല ഭാവങ്ങൾ അവിടെ മിന്നി പറയുന്നത്. പക്ഷേ നമുക്ക് എലിമിനേറ്റ് ആകുന്നവരുടെ പേരാണോ പറയേണ്ടത് ഷാനിക്ക? അല്ല, ഞാൻ ആക്ച്വലി പറയാൻ പോകുന്നത് സേഫായിട്ട് അവിടെ പോയി ഇരിക്കാൻ പോകുന്ന ആളുടെ പേരാണ് പറയാൻ പോകുന്നത്. പറയട്ടെ? ഓക്കെ, സേഫായ ആള് അഭിനവ്. ഓക്കെ, അഭിനവിന് 49 മാർക്സ് ആണ്. കൺഗ്രാജുലേഷൻസ്. നന്നായി ശ്രമിക്കുക, അതൊരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. അഭിനവിന്റെ വേഴ്സിറ്റാലിറ്റിയും ഇതിന്റെ എല്ലാ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രനൊരു വേദിയാണ്. ഇനി ഈ അവസരം നന്നായി ഉപയോഗിക്കുക. ഓക്കെ, അതെ. അബി ഫൈനൽ 3 വന്നത്, അതിൽ നിന്നാണ് നീ സേഫിലേക്ക് പോകുന്നത്. ഇനി ഇതിൽ വരരുത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഇനി അടിപൊളിയാക്കാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. പാർത്ഥിവ്, സാന്നിധ്യ, ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട്
നിങ്ങൾ രണ്ടുപേരും താൽക്കാലികമായി നമ്മളോട് വിട പറയേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങളോട്. അഗൈൻ നമ്മളിപ്പോഴും പറയുന്നത് താൽക്കാലികമായിട്ടെന്നാണ്. എല്ലാം ടെമ്പററി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. അപ്പം താൽക്കാലികമായിട്ട് ഒരു വിട പറച്ചിലാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അസാധ്യ സിംഗേഴ്സാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുടെ പേരിലാണ് മാർക്സ് പോയത്. ഇത് ഒരിക്കലും ഈ ഒരു ജേണിയുടെ എൻഡായിട്ട് കാണരുത്. ഇനിയും അങ്ങോട്ട് പഠിക്കുക, കോൺസെൻട്രേറ്റ്, ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച്, ഇപ്പോൾ വേദി ആയിരിക്കാം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിരിക്കാം, എവിടെന്നെങ്കിലും വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാനും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അർജിത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് സിംഗറാണ്. അദ്ദേഹം ഔട്ടായി പോയിട്ടുണ്ട് റിയാലിറ്റി ഷോയിൽ നിന്ന്. അതുപോലെ നാഷണൽ അവാർഡ് നരേഷ് അയ്യർ ഇതുപോലെ റിയാലിറ്റി ഷോയിൽ നിന്ന് ഔട്ടായി പോയിട്ട് ഫസ്റ്റ് സോങ്ങിന് നാഷണൽ അവാർഡ് മേടിച്ച സിംഗറാണ് നരേഷ് അയ്യർ. സോ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ സൂപ്പർ സ്റ്റാർ ആവുന്നവരടുത്തും ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. ഗോഡ് ബ്ലെസ് യു. ഒരു നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലും നമുക്ക് സ്റ്റുഡിയോയിൽ ഒരുമിച്ച് കാണാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് സാന്നിധ്യ ആൻഡ് പാർത്ഥ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാന്നിധ്യക്കും പാർത്ഥിക്കും നമ്മളൊരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ. ഓക്കെ ചേച്ചി, ഇനി നമ്മുടെ സാന്നിധ്യക്കും കൂടെ ഒന്ന് മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ഒന്ന് ഹാൻഡ് ഓവർ. അപ്പോൾ പാർത്ഥി ആൻഡ് സാന്നിധ്യ, ഇത് ഒരു ബിഗിനിങ് മാത്രമാണ്. ഇനി നിങ്ങളുടെ ജേർണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വേദിയിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കീപ് ഹാർഡ് വർക്കിംഗ്. ഇതുപോലെ തന്നെ പോട്ടെ. നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഈ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ മാത്രം നമ്മൾ ഒന്ന് മിസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ. നമ്മളെ ഓരോ കുട്ടികളും ഗോൾഡൻ മൈക്ക് എപ്പോൾ ഹിറ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ആരായിരിക്കും ആ ഉക്കുലേലെ കൊണ്ടുപോകുന്നതെന്നുള്ളത് കൂടെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എലിമിനേഷനിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ ഒരാൾക്കായിരിക്കും നമ്മൾ ആ ഒരു ഉക്കുലേലെ കൊടുക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് അങ്ങ് കടക്കാം. തീർച്ചയായും നമ്മുടെ വന്ന എല്ലാ ഗസ്റ്റിന്റെയും, നമ്മളുടെ ഷാനിക്കയുടെയും ഹരിച്ചേട്ടന്റെയും എല്ലാവരുടെയും സിഗ്നേച്ചർ ഉള്ള ആ ഒരു ഉക്കുലേലെ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ അത് ആർക്കാണ്? ഇതുവരെയുള്ള എല്ലാ ഗസ്റ്റുകളും സൈൻ ചെയ്ത ഈ യുക്കുലേലെ ഇവിടുത്തെ ടോപ്പ് മാർക്ക് കിട്ടിയ ആൾക്കാണ്. സോ ആ ആള് വൈകയാണ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്.
അപ്പം വൈഗ, കൺഗ്രാറ്റുലേഷൻസ്, ടോപ്പ് സ്കോററാണ് ഇത്തവണത്തെ. ഇനി ജഡ്ജസിന്റെ വക ഒരു പ്രോത്സാഹന സമ്മാനം അല്ലെങ്കിൽ ഒരു ചില്ലിംഗ് സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. പോക്കറ്റ് മണിയായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജഡ്ജസ് തരുന്നു 10,000 rupees. ചില്ലിയാനൊക്കെ ഇത്രയും നല്ല എമൗണ്ട് ഒക്കെ കൊടുക്കും അല്ലേ? ഈ വരുന്ന ഗസ്റ്റുകൾക്ക് ചില്ല് ചെയ്യാനായിട്ട് നല്ല ചില്ല് സോഡ. അങ്ങനല്ല, നമുക്ക് ചില്ല് ചെയ്യാനായിട്ട് ഒരു ബില്ല് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരും. എനിക്കും വേണം പോക്കറ്റ് മണി. നിനക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരുപാട്. നിനക്ക് ഞാൻ അറിയുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് വൈഗ. ഇതുപോലെ തന്നെ പോട്ടെ. അതെ, ഇതുപോലെ തന്നെ പോട്ടെ. പക്ഷേ നമ്മളിപ്പോ പ്രോത്സാഹന സമ്മാനം നമ്മൾ വൈഗക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ തീർത്ഥയെ കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. സെക്കൻഡ് പ്ലേസ്. തീർക്കും ചിൽ ചെയ്യാൻ ജഡ്ജസിന്റെ വക. എത്രയാ രമ്യ ചേച്ചി? 7,000 rupees. ചിൽ ചെയ്യുമോളെ, ചിൽ ചെയ്യും. തേർഡ് പൊസിഷൻ 2 പേരായതുകൊണ്ട് അവർക്ക് 2 പേർക്കും ഷെയർ ചെയ്തെടുക്കാം. ആന്യ ആൻഡ് അമയ, പ്ലീസ് കം. തേർഡ് പ്ലേസിന് ചിൽ ചെയ്യാൻ എത്രയാണ് കൊടുക്കുന്നത്? ഇത് നമ്മൾ അവർ ഷെയർ ചെയ്യേണ്ടി വരും. നമ്മളത് അതുകൊണ്ട് അത് നമ്മൾ തന്നെ അത് 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 എൻവലപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ ആള് ചിൽ ചെയ്യൂ മോളെ, ചിൽ ചെയ്യൂ. 2,500 rupees. 2,500 rupees for ആന്യ. ഓക്കെ. അമ്മയ്ക്കും 2,500. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കം തൊട്ടേ പാർവതി ആ യുക്കുലേലില് എന്റെ സൈൻ വേണ്ടേ, എന്റെ സൈൻ വേണ്ടേ, എന്റെ സൈൻ വേണ്ടേ എന്നിങ്ങനെ, പക്ഷെ ആരും അടുപ്പിച്ചില്ല. കാരണം വെറുതെ ആ യുക്കുലേലിയുടെ വാല്യൂ കുറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പാർവതിയാണ് ഈ ഷോയുടെ വാല്യൂ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് പാർവതിയുടെ ഓട്ടോഗ്രാഫ് അതിൽ അനിവാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള മാർക്കർ ഞാൻ എടുത്തു തരുന്നു. ധൈര്യമായി മുന്നോട്ട് പോകും. ഇതൊരു സ്വപ്നമാണോ എന്നൊക്കെ. ആരാ ഈ മാർക്കറൊക്കെ എടുത്തിരുന്നു? എന്നാ ഇനി ഇത് പിടിച്ചോ, ഷാനിക്കിനെ ആങ്കർ ചെയ്തോളൂ. കണ്ടോ? കിട്ടിയ ആളേക്കാളും ഒപ്പിട്ട ആൾക്കാണ് സന്തോഷം. താങ്ക് യു. ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെയധികം നന്ദി പറയുന്നു നിങ്ങളോട് എല്ലാവരോടും. അപ്പോ രമി ചേച്ചിയും ഇന്ന് ഞങ്ങളെ വിട്ട് എലിമിനേറ്റ് ചെയ്യാണ് ഞങ്ങൾ. എവിടെയായിരുന്നു ആദ്യം ചെയ്യേണ്ടിരുന്നത്? ചേച്ചി ഇടക്കിടക്ക് വാ, നമുക്ക് ചില്ല് ചെയ്യാം. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിളിച്ച് ഓടി വരുന്നത് ചിൽ ചെയ്യാൻ ഞാൻ ഓടി വരാന്ന്. വരില്ലേ ചേച്ചി? ഞാൻ വരും, ഉറപ്പായിട്ടും എന്തായാലും വരും. ഓക്കെ, അപ്പോ നമ്മുടെ 50th എപ്പിസോഡും അതുപോലെ തന്നെ ഫസ്റ്റ് എലിമിനേഷൻ പ്രോസസ്സും കഴിഞ്ഞ് ഇന്ന് 2 പേര് നമ്മളെ വിട്ടുപോയി. അപ്പൊ ഇനി ഇതുപോലെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ജഡ്ജസ് ഒക്കെ പറഞ്ഞതെല്ലാം നന്നായിട്ട് കേൾക്കുക. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കയറുകയാണ്. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻ ടൈറ്റ് ആവും. അപ്പൊ എല്ലാവരും അത് മനസ്സിൽ വെക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് രമി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇത്രയും ഡേയ്സ് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര അടിപൊളി 2 ദിവസങ്ങളായിരുന്നു. കുറേ പെർഫോമൻസസ് പറഞ്ഞാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മുഖത്തെ സന്തോഷം കണ്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും പുപ്പുലികളാണ്, അതുകൊണ്ട് ഒരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലേസ് എത്തിയവർക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ഘട്ടം, പുതിയ പാട്ടുകൾ, പുതിയ റൗണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബൈ പറഞ്ഞങ്ങോട്ട് പോവാണ്. ബൈ.